ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ് എന്നാണ് കേസരി ഒരിക്കൽ ബഷീറിനെ കുറിച്ച് എഴുതുന്ന ഒരു വാക്യം. ഇത് അസാധാരണമായൊരു വാക്യമാണ്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബഷീറിൻ്റെ സമകാലികരായ എഴുത്തുകാരിൽ ഇന്ന് കൂടുതൽ പ്രശസ്തിയുള്ളത് പൊറ്റക്കാടിനാണെങ്കിലും ഭാവിയിൽ തെളിഞ്ഞു വരാനിരിക്കുന്ന എഴുത്ത് ബഷീറിൻ്റെതാണ് എന്നും കേസരി നിരീക്ഷിക്കുകയുണ്ടായി. എന്താണ് ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറിൻ്റെ വലിപ്പം എന്നാലോചിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിൽ ഒരാളായ അകമ്പൻ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ചിന്തയെക്കുറിച്ചുമൊക്കെ ആവിഷ്കരിച്ച ഒരു സങ്കല്പനം അവിടെ പാകമാകും എന്നെനിക്ക് തോന്നുന്നു. അകമ്പൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരാശയം സമകാലികത എന്നൊരാശയം. സമകാലികത എന്നതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് അത് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, ബീയിങ് ഇൻ ദ പ്രസൻറ്റ് എന്ന അർത്ഥത്തിലല്ല. വർത്തമാനകാലത്തിലായിരിക്കെ തന്നെ വർത്തമാനകാലത്തിൽ തെളിയാതെ കിടക്കുന്ന എന്നാൽ അതിൻ്റെ പിന്നണിയിലുള്ള ഇരുട്ടുകളെ, വിച്ഛേദങ്ങളെ, പിളർപ്പുകളെ, വൈരുദ്ധ്യങ്ങളെ ഒക്കെ കാണുകയും അതിനെ കൂടി ചേർത്ത് തൻ്റെ കാലത്തെ സംബന്ധിക്കുന്ന കൂടുതൽ അഗാധമായ ചില ബോധ്യങ്ങളെ കൊണ്ടു നടക്കുകയും അതിനെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതാണ് സമകാലികത എന്നാണ് അകമ്പൻ പറയുന്നത്. അതൊരു കാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ കാലത്തിൻ്റെ പ്രകാശഭാസുരതയെ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ ആ കാലത്തിൻ്റെ പിന്നിലെ ഇരുട്ടിലേക്ക് നോക്കുന്നു. ആ ഇരുളുകളെയും പിളർപ്പുകളെയും വിച്ഛേദങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ അതേതോ നിലയിൽ ഉൾക്കൊള്ളുകയും അത് ഭാവിയിലേക്ക് എഴുത്തായും ആശയാവലികളായും ഒക്കെ പ്രക്ഷേപിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു സമകാലികത ബഷീറിനുണ്ടായിരുന്നു എന്ന് ഏതോ നിലയിൽ കേസരി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ കാലത്തെ വലിയ എഴുത്ത് എസ്കേയുടേതായിരിക്കുമെങ്കിലും ഭാവിയിൽ അത് ബഷീറിൻ്റെതായി മാറുമെന്ന് 40കളിലും 50കളിലും പലതവണ കേസരി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് ഒരു നിലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ആശയമാണ്. വൈലോപ്പിള്ളിയെപ്പോലെ ഒരു കവിയെക്കുറിച്ച് ഓർത്താൽ വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ കാവ്യലോക സ്മരണകളിൽ സവിശേഷമായൊരു വാക്യം പറയുന്നുണ്ട്. ഒരുപക്ഷെ മറ്റ് ആളുകളിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അറിവിൻ്റെ നിഴലുകൾ പ്രസന്ന പ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടേയിരുന്നു എന്നാണ് വൈലോപ്പിള്ളി അവിടെ എഴുതുന്നത്. അറിവിൻ്റെ വെളിച്ചം എന്നല്ല, അറിവിൻ്റെ നിഴലുകൾ പ്രസന്ന പ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടേയിരുന്നു. ഇത് വലിയ എഴുത്തിൻ്റെ, വലിയ ഭാവനയുടെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെ വളരെ സുവ്യക്തമായി വിശദീകരിക്കുന്ന കാര്യകാരണങ്ങളുടെ നേർരേഖയിലേക്ക് എല്ലാത്തിനെയും ക്രമത്തിൽ അടുക്കിപ്പെറുക്കി വയ്ക്കുന്ന, എല്ലാത്തിനെയും ഭദ്രമായ ശാസ്ത്രീയമായ യുക്തിസഹമായ വിശദീകരണങ്ങളൊക്കെ നൽകുന്ന നമ്മുടെ ബോധ്യങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരുട്ട് പടർത്തി, അവിടെ നിഴൽ വീഴ്ത്തിക്കൊണ്ട് ഏതോ തരത്തിലുള്ള അറിവുകൾ വന്നു ചേരുന്നിടത്താണ് വാസ്തവത്തിൽ സമകാലികത എന്നൊരാശയം വരുന്നത്, അല്ലെങ്കിൽ സംഗതമാകുന്നത്. വൈലോപ്പിള്ളിയിൽ നിശ്ചയമായിട്ടും അതുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അത് ഒരു ചെറിയ വിഷാദത്തിൽ പോലും വൈലോപ്പിള്ളി ചരിത്രത്തിൻ്റെ മുഴക്കം കാണുന്നത് അങ്ങനെയാണ്. കുടിയൊഴിക്കലിൽ തൻ്റെ കാമുകിയുടെ കണ്ണിലേക്ക് നോക്കി പക്ഷ്മളങ്ങളാം കൺകളിലേതോ ദുഃഖഭാവ നിഴൽപെടുവോളെ എന്ന് ചോദിച്ചതിന് ശേഷം ആ വിഷാദം അതേതു വിദൂര പൂർവജന്മ പുനഃസ്മൃതിയാമോ എന്ന് ആ വിഷാദത്തെ ചരിത്രത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കവിയാണ് വൈലോപ്പിള്ളി. അത് ഇരുട്ടാണ്. തൻ്റെ കാമുകിയുടെ കണ്ണിൽ തെളിഞ്ഞത് അവളുടെ വിഷാദം മാത്രമല്ല, ഒരുപക്ഷെ ജാതിബന്ധങ്ങൾ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ അബോധത്തിൽ ചേർത്ത് വച്ച ഇരുട്ട്, വിഷാദം, കണ്ണുനീർ അവിടെ തെളിയുന്നു എന്ന് ഒറ്റ വരിയിൽ, ഒരുപക്ഷെ ഒരു ചുംബന സന്ദർഭത്തിലാണ് വൈലോപ്പിള്ളി അത് ഈ എഴുതുന്നത് എന്നുകൂടി ഓർത്താൽ വലിയ എഴുത്ത് എങ്ങനെയാണ് വിപരീതങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ ബഷീറിനെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ഓർക്കാവുന്ന ഒരു ആശയപ്രപഞ്ചം വൈലോപ്പിള്ളിയിലുണ്ട്. ബഷീർ പലപ്പോഴും എല്ലാറ്റിൻ്റെ പിന്നിലെയും മാഷൂടെ പറയണ്ടായി,
ഒന്നിൻ്റെ അപ്പുറത്തേക്ക് നോക്കും. നന്മയുടെ കൂടെ തിന്മയുണ്ട് എന്ന് ബഷീർ എപ്പോഴും ഓർക്കുന്നുണ്ട്. ആ തിന്മ സ്വാഭാവികമാണെന്നും നന്മയെപ്പോലെ തന്നെ സ്നേഹയോഗ്യമാണെന്നും ബഷീർ കരുതിയിരുന്നു. അല്ലാതെ കേവലമായൊരു വിശുദ്ധിയെ ബഷീർ അങ്ങനെ കൊണ്ടു നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ബഷീറിൻ്റെ കഥകളിലൊക്കെ ഏറിയും കുറഞ്ഞും അത് വരുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ ഏറെക്കാലം കഴിഞ്ഞ് ഒരു രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ബഷീർ 6-7 വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുന്നു. വാതിലിൽ മുട്ടുന്നു. ഉമ്മ വാതിൽ തുറക്കുന്നു. ബഷീറിനെ കണ്ടിട്ട് നീയായിരുന്നോ എന്ന് ചോദിക്കുന്നു. ചോറ് വിളപ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്കൂ എന്ന് പറയും. അപ്പോൾ ബഷീർ അത്ഭുതത്തോടെ ചോദിക്കും, ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഉമ്മ പറയും, ഞാൻ എന്നും വിളമ്പി വെക്കും. അപ്പോൾ ജീവിതത്തിലെ എത്രമേൽ ആഴമുള്ള ഒരു സ്നേഹാതിരേഖത്തെ അത്ര ചെറിയ വാക്കിൽ, മാഷൂടെ പറഞ്ഞല്ലോ ലീൻ ലാംഗ്വേജ്, അത്ര ചെറിയ വാക്കിൽ ഞാനെന്നും വിളമ്പി വയ്ക്കും. ഇതേ ഉമ്മ തന്നെ മറ്റൊരിടത്ത് പക്ഷെ പ്രത്യക്ഷപ്പെടുന്നത് ബഷീറിനോട് 25 റുപ്യ കടം ചോദിക്കുകയും ബഷീറിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് 25 റുപ്യ ഉണ്ടായി കൊടുക്കുമ്പോൾ ഞാൻ എന്തൊരു മണ്ടിയാണ് 100 റുപ്യ ചോദിക്കായിരുന്നു എന്ന് ആലോചിക്കുകയും ചെയ്യുന്നത് ഇതേ ഉമ്മയാണ്. വാത്സല്യം എന്നത് വഞ്ചനയുടെ വിപരീതം മാത്രമല്ല, വാത്സല്യം എന്നത് വഞ്ചനയുടെ പര്യായമായിട്ടും ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കാം എന്ന് കാണുന്നതാണ് ഈ വലിയ കാഴ്ച. ആ വലിയ കാഴ്ച ബഷീറിനുണ്ടായിരുന്നു. അതുകൊണ്ട് ബഷീർ സ്നേഹത്തിൻ്റെ വിപരീതമായിട്ടല്ല വഞ്ചനയെ കാണുന്നത്. സുഹറയ്ക്ക് സ്നേഹം വരുമ്പോൾ മജീദിന് പേടിയാണ് എന്ന് ബഷീർ എഴുതുന്നുണ്ട്. കാരണം സുഹറയുടെ കയ്യിൽ നീണ്ട നഖമുണ്ട്. ഈ നീണ്ട നഖങ്ങളുള്ള കൈകൊണ്ട് സുഹറ മജീദിനെ മാന്തും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ നീറ്റൽ എന്ന് പറയുന്നത് ആന്തരികമായൊരു കാര്യമല്ല, അത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് മജീദിന്. അത് ബഷീർ അങ്ങനെ എഴുതുന്നുണ്ട്. ബഷീറിൻ്റെ കൃതികളിൽ നമുക്ക് ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ കാണാം. ഒരനുഭവത്തെ അതിനുള്ളിൽ തന്നെ അഴിച്ചു കളയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഏറ്റവും ആലങ്കാരികമായ ധാരണകളെ അസ്വസ്ഥമാക്കുന്ന ധാരാളം ആശയങ്ങൾ ബഷീറിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മാഷൂടെ നേരത്തെ പറഞ്ഞ ഒരു ആശയമുണ്ടല്ലോ, താനൊരു ചരിത്രകാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള, നേർക്ക് നേരെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബഷീർ. ആ കാലത്തെ എല്ലാ എഴുത്തുകളിലും ചരിത്രത്തിൻ്റെ പലതരം മുദ്രകൾ പതിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും ഇത് നേർക്ക് നേരെ പറഞ്ഞ ഒരാൾ ബഷീറാണ്. എന്നാൽ ബഷീർ ആകട്ടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ അക്കാലത്തെ തൊഴിലാളി സമരങ്ങളെക്കുറിച്ചോ കർഷക പ്രക്ഷോഭങ്ങളെക്കുറിച്ചോ പണിമുടക്കുകളെക്കുറിച്ചോ ഒന്നും കാര്യമായിട്ടൊന്നും എഴുതിയ ഒരാളും അല്ല. ഇതൊരു വൈരുദ്ധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ചങ്ങമ്പുഴ അങ്ങനെ ഒരാളാണ്. ചങ്ങമ്പുഴ ജീവിച്ച കാലത്ത് കേരളം തിളച്ചു മറിയുകയായിരുന്നു. ചങ്ങമ്പുഴ പക്ഷേ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് ചോദിച്ച് ഈ കേരളീയരെ മുഴുവൻ വേറൊരു വഴിക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ഒരു ചോദ്യം വാസ്തവത്തിൽ ചോദിക്കാവുന്നതാണ്. ബഷീർ മുച്ചീസ് കളിക്കാരൻ്റെ മകളിൽ ഈ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, വിനീത ചരിത്രകാരനായ ഞാൻ ഈ ചരിത്രത്തിലെ എല്ലാവരുമായി അഭിമുഖ സംഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ചരിത്രം ഇവിടെ രേഖപ്പെടുത്താം. ഒരു കളിമട്ട് ബഷീറിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇതൊരു കളിയായി പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. ഇത് അദ്ദേഹം മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്. അനവാരിയും പൊൻകുരിശിലും അദ്ദേഹം ഇതേ കാര്യം മറ്റൊരു രൂപത്തിൽ പറയുന്നത്, ഈ ചോദ്യങ്ങൾ ഒരു 100 കുറി വിനീതനായി ചരിത്രകാരൻ അവരോട് ചോദിച്ചിട്ടുള്ളതാണ്, സ്ഥലത്തെ ദേശവാസികളോടാണ്. ഒടുവിൽ അവർ രേഖകൾ ഹാജരാക്കി പറഞ്ഞു തന്നു, ചരിത്ര വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി അതിവിടെ സാവധാനം രേഖപ്പെടുത്താം. ഇങ്ങനെ താൻ രേഖപ്പെടുത്തുന്നതിൽ ഏതോ നിലയിൽ അനന്യമായ ചില അനുഭവങ്ങളുണ്ട് എന്ന് ബഷീർ സ്വയം കരുതിയിരുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വാസ്തവത്തിൽ ബഷീർ എഴുതുന്നത് ബാല്യകാലസഖി 1940 പ്രേമലേഖനം 1942 മറ്റാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അവസാനമായി വരുന്നത്, അവസാനം വന്ന കൃതി ആയിലാഹിയാണ്. പ്രധാന രചന അവസാനത്തേത് വലിയ മുഴക്കമുള്ളൊരു ശീർഷകമാണ്, ചെവിയോർക്കുക അന്തിമകാഹളം എന്നാണ് അദ്ദേഹം 87 ഡീലിറ്റ് സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൻ്റെ ശീർഷകം, ചെവിയോർക്കുക അന്തിമകാഹളം. അതിലൊരു കൗതുകമുണ്ട് കേട്ടോ. അന്ന് ഗവർണർ പി രാമേന്ദ്രനാണ്. രാമേന്ദ്രൻ ബഷീറിന് ഡീലിറ്റ് അവാർഡൊക്കെ കൊടുത്തതിന് ശേഷം ബഷീർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമേന്ദ്രൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു എന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ ഡീലിറ്റ് പുരസ്കാരം നൽകിയ ഗവർണറെ തിരിച്ചങ്ങോട്ട് ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുക എന്നുള്ളത് ബഷീറിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഈ അവാർഡുകളെക്കുറിച്ചൊക്കെയുള്ള ബഷീറിൻ്റെ ഫലിതങ്ങളിൽ ധാരാളമുണ്ട്. അങ്ങനെ വീട്ടിൽ കുറുക്കന്മാർ ഒരുപാടുണ്ടെന്നും
അങ്ങനെ കുറുക്കന്മാർ ധാരാളം വന്നപ്പോൾ ഏതോ അവാർഡ് ഫലകം കൊണ്ട് കുറുക്കനെ എറിഞ്ഞു എന്നോ, അങ്ങനെ സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ ഏറുകൊണ്ട ഒരേ ഒരു കുറുക്കനായിട്ട് ആ കുറുക്കൻ മാറിയെന്നും ബഷീർ ഒരിക്കൽ എഴുതുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ വളരെ വിശുദ്ധമെന്ന് കരുതുന്നതിനെ നിസാരമാക്കാനും നിസാരമെന്ന് കരുതുന്നതിനെ വേറൊരു പ്രതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ബഷീർ ശ്രമിക്കുന്നുണ്ട്. താൻ 40-കൾ മുതൽ 90-കൾ വരെയുള്ള ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ ബഷീറിൻ്റെ സാഹിത്യ ജീവിതം എന്ത് തരം ചരിത്രത്തെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്? ആ ഒരൊറ്റ ആശയം മാത്രമാണ്. നിശ്ചയമായിട്ടും ബഷീർ എത്രയോ നിലയ്ക്ക് ആലോചിക്കപ്പെട്ട, ഇനിയും എത്രയോ ആലോചിക്കാൻ വകയുള്ളൊരു എഴുത്തുകാരനാണ്. നയൻതാരയോട് പറഞ്ഞതുപോലെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ആലോചനകളിൽ ഒന്നാണ് ബഷീർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വഞ്ചകമായ ലാളിത്യം ഉള്ളതുകൊണ്ട് അത് വളരെ പെട്ടെന്നൊന്നും നമുക്ക് തിരിയണം എന്നില്ല. കാലത്തെക്കുറിച്ച് ഇപ്പോൾ അനർഘനിമിഷത്തിൽ 2 വലിയ വാക്യങ്ങളുണ്ട്. ഒന്ന്, ആരാണെൻ്റെ കാൽപ്പാടുകൾ മായ്ച്ചുകൊണ്ടേയിരിക്കുന്നത്, നീയും ഞാനും എന്ന സത്യത്തിൽ നിന്ന് നീ മാത്രം ബാക്കിയാവുകയാണ് എന്ന് പറയുകയും കാലത്തിൻ്റെ ക്ഷണികത എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും പിടികൂടുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു ഭീതിയിലാഴ്ത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള വലിയ എഴുത്തുകാരെ മാത്രം അലട്ടിയിരുന്ന അസ്തിത്വപരമായൊരു ഉത്കണ്ഠയെ സൂചിപ്പിക്കുന്ന ചോദ്യങ്ങൾ അർദ്ധനിമിഷത്തിൽ ബഷീർ അവിടെയായി ചോദിക്കുന്നുണ്ട്. നീയും ഞാനും എന്ന സത്യത്തിൽ നിന്ന് നീ മാത്രം ബാക്കിയാവുകയാണ്, ആരാണ് എൻ്റെ കാൽപ്പാടുകൾ. വാസ്തവത്തിൽ മനുഷ്യൻ്റെ അന്തിമമായ മോഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനശ്വരതയിലേക്കുള്ള ഒരു ചാഞ്ഞു നിൽക്കലാണ്. അനശ്വരതയിലേക്ക് എത്തിച്ചേരാനുള്ള, മാഞ്ഞു പോകാതിരിക്കാനുള്ള, നിത്യമായ ഒരു മുദ്രയായി നിലനിൽക്കാനുള്ള ആദിമമായ ഏതോ പ്രേരണ മനുഷ്യനിലുണ്ട് എന്നിങ്ങനെ പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം നരവംശാസ്ത്രം പറയുന്ന ഒരു കാര്യം, മനുഷ്യൻ ആദ്യം ആരാധിച്ചത് മരങ്ങളെയാണെന്ന് പറയും. മരങ്ങളെ ആരാധിക്കുന്നത് അത് ദൈവമായതുകൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഒരു അദൃശ്യത കൊണ്ടാണ്. ഫലദായകമായി, അഭയദായകമായി, ആർക്കും കീഴടങ്ങാത്തൊരു ബലം പോലെ ഉലയാതെ ഉള്ള ആ മരത്തിൻ്റെ നിൽപ്പ് ആദിമ മനുഷ്യൻ തന്നെ കുറിച്ച് കണ്ട ഒരു സ്വപ്നത്തിൻ്റെ ആവിഷ്കാരമാണ്. അവിടെ നിന്നാണ് വൃക്ഷാരാധന തുടങ്ങിയത് എന്ന് നരവംശ ചരിത്രകാരന്മാരൊക്കെ പലപ്പോഴും സൂചിപ്പിക്കും. അങ്ങനെ മനുഷ്യനിലുള്ള ഏറ്റവും ആദിമമായ ഒരു ഉത്കണ്ഠയെ, താനിങ്ങനെ മാഞ്ഞു പോകുമല്ലോ എന്ന ആ ഉത്കണ്ഠയെ പരിഹരിക്കാനാണ് കേട്ടോ അമ്പലത്തിലൊരു നിലവിളക്ക് കൊടുക്കുകയും അതിൻ്റെ താഴെ ഇന്നയിടത്ത് കാർത്തിയായനി അമ്മ വക എന്ന് എഴുതി വയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉത്കണ്ഠയ്ക്കുള്ള ഒരു ചെറിയ പരിഹാരമാണ്. പലതരം പരിഹാരങ്ങളുണ്ട്, അതിലൊരു പരിഹാരം അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഉത്കണ്ഠ ഒരു ഭാഗത്ത് കൊണ്ടു നടക്കുകയും മറുഭാഗത്ത് അനന്തമായ സമയം അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് എന്ന് വിനീതമാവുകയും ചെയ്യുന്ന ഒരു ബോധം ബഷീറിലുണ്ട്. ഇത് രണ്ടും തൊട്ടടുത്ത് കാണാൻ പറ്റും. രണ്ടിൻ്റെയും പ്രേരണകൾ രണ്ടാണ്, പക്ഷേ രണ്ടും ബഷീറിലുണ്ട്. അതുകൊണ്ട് ബഷീർ ഒറ്റ വഴിക്ക് മാത്രമാണ് സഞ്ചരിച്ചത് എന്ന് പറയാൻ പറ്റില്ല. മാഷിപ്പയുടെ ഉദ്ധരിച്ച ആ വാക്യമുണ്ടല്ലോ, വെളിച്ചത്തിന് എന്തു വെളിച്ചം. ഒരുപക്ഷെ ബഷീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് പലപ്പോഴും മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. പാത്തുമ്മയുടെ ആടിലെ എൻ്റെ പാപ്പയിലെ നിസാർ മുഹമ്മദിൻ്റെ ആ വാക്യം, നിസാർ മുഹമ്മദിനെ മുൻനിർത്തി എഴുതുന്ന ആ വാക്യം, വെളിച്ചത്തിന് എന്തു വെളിച്ചം, ജനലുകൾ തുറക്കുന്നു, പുതിയ വെളിച്ചം വരുന്നു. ആ വെളിച്ചം അക്കാലത്തെ ഇരുട്ടിനെ, ആ യാഥാസ്ഥിതികത്വത്തെ, മതാന്ധതയെ, ആചാരഭ്രാന്തിനെ ഒക്കെ പുറത്താക്കുകയും അത് വലിയൊരു പ്രകാശമായി തീരുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇത് ബഷീറിൽ മാത്രമല്ല, ഒരുപക്ഷെ ആ കാലത്തുടനീളം ഈ വെളിച്ചം പല നിലയിൽ നമ്മുടെ ഭാവനയിലുണ്ട്. നവോത്ഥാനത്തിൻ്റെ, യുക്തിവിചാരത്തിൻ്റെ, ശാസ്ത്രബോധത്തിൻ്റെ, പുരോഗതിയുടെ ഒക്കെ വെളിച്ചം അതിൽ വരുന്നുണ്ട്. വൈലോപ്പിള്ളി പന്തങ്ങൾ എഴുതുന്നുണ്ട്. ഈ ലോകത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പന്തങ്ങളെക്കുറിച്ച് വൈലോപ്പിള്ളി അതേ കാലത്ത് എഴുതുന്നുണ്ട്. അങ്ങനെ വെളിച്ചത്തെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിലും മറുഭാഗത്ത് ബഷീർ ഈ നവോത്ഥാന ഭാവനയിൽ ഇടം കിട്ടാതെ പോയ ധാരാളം ലോകങ്ങളെക്കുറിച്ച് ബഷീറിൻ്റെ ആലോചന വരുന്നുണ്ട്. ഒരുപക്ഷെ ബഷീറിൻ്റെ എതിർലോകങ്ങൾ എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ ബഷീറിലുള്ള ഒരു ചരിത്രാത്മകത എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രപരമായി നാം ചരിത്രമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരുന്ന വസ്തുതകളെ സാഹിത്യത്തിലേക്ക് കൂടി കൊണ്ടുവന്നു എന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ജയിൽ ജീവിതത്തെക്കുറിച്ചോ ഉള്ള അദ്ദേഹത്തിൻ്റെ സൂചനകളോ
ടൈഗറും അതുപോലെ ജന്മദിനവും ഒക്കെ പോലുള്ള ശബ്ദങ്ങളും ഒക്കെ പോലുള്ള രണ്ടാം ലോക യുദ്ധത്തിൻ്റെ മുദ്രകൾ പതിഞ്ഞു കിടക്കുന്ന എഴുത്തുകളോ എന്നതിനേക്കാൾ ഒരുപക്ഷെ നവോത്ഥാനം ഇരുട്ടിൽ ആഴ്ത്തിക്കളഞ്ഞ മനുഷ്യരെ, ആ മനുഷ്യരുടെ അനുഭവ ലോകത്തെ, അവരുടെ ജീവിതത്തെ ബഷീർ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരികയും ഒരുപക്ഷെ മനുഷ്യനെ എന്ന സങ്കല്പത്തെ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറെ കൂടി വലുതാക്കുകയും ചെയ്തു എന്നതാണ്. മനുഷ്യനെ വലുതാക്കുക. ഇപ്പം ചന്തുമേനോനെ സംബന്ധിച്ച് ചന്തുമേനോന് ഇന്ദുലേഖയും അതുപോലെ മാധവനും സൂര്യമ്പൂതിരിയും ഒക്കെയായിരുന്നു ചന്തുമേനോൻ്റെ ഒരു മനുഷ്യലോകം. പി കെ ബാലകൃഷ്ണൻ അതേക്കുറിച്ച് പറയുന്ന രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചന്തുമേനോൻ്റെ സുഹൃത്തുക്കളിൽ പലരും തീയന്മാരായിരുന്നു, ഇഴവരായിരുന്നു. അവരുമായിട്ട് വലിയ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരെ ആരെയും ചന്തുമേനോൻ നോവലിൽ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ബാലകൃഷ്ണൻ എഴുതുന്നത്. തീയന്മാരെ വീട്ടിൽ കയറ്റിയിരുന്നെങ്കിലും നോവലിൽ കയറ്റിയിട്ടില്ല എന്നാണ്. കാരണം മനുഷ്യർ എന്നത് സി വി രാമപിള്ളയ്ക്ക് മനുഷ്യർ കുറെ കൂടി വ്യത്യസ്തരായിരുന്നു. അദ്ദേഹത്തിന് ഉഗ്രഹരിവഞ്ചാനെ പോലെ, അനന്തപത്മനാഭൻ പടത്തലവനെ പോലെയുള്ള അതിപ്രതാപം നിറഞ്ഞൊരു ഭൂതകാലത്തിൻ്റെ പ്രാചീന ബലിഷ്ഠതയിലാണ് അദ്ദേഹം കഥാപാത്രങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചത്. ചന്തുമേനോൻ കുറെ കൂടി മുമ്പോട്ട് വന്നു. തകഴിയുമൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ചാത്തനെയും കോരനെയും കാണുന്നു, പണിമുടക്കുന്ന ആളുകളെ കാണുന്നു, ഓടയിൽ നിന്നിൽ വൃക്ഷ വലിക്കുന്ന പപ്പുവിനെ കാണുന്നു, പാവങ്ങളിലെ ജിൻവാൽജിൻ്റെ നിഴൽ വീണ് കിടക്കുന്ന സ്നേഹനിർഭരരായ ആദർശശാലികളായ പോരാളികളെ കാണുന്നു. ബഷീറിൽ പക്ഷേ നാം കാണുന്നത് അങ്ങനെയുമുള്ള ആളുകളെയല്ല. സമകാലികമായ ഭാഷയിൽ പറഞ്ഞാൽ പെറുക്കികൾ എന്ന് വിളിക്കുന്ന, ക്ലാസിക്കൽ മാർക്സിസം ലുംബൻ എന്ന് വിളിച്ച മനുഷ്യരാണ്. ചരിത്രത്തിൻ്റെ പ്രയാണഗതിയിൽ യാതൊന്നും ചെയ്യാനില്ലാത്തവർ എന്ന് കരുതപ്പെട്ട, ചരിത്രത്തിൻ്റെ ഗതിയിൽ ചവിട്ടിയരയ്ക്കപ്പെടാൻ മാത്രം യോഗ്യതയുള്ള, നിർവാഹകത്വം, ഏജൻസി എന്ന് പറയുന്ന യാതൊന്നും തന്നെ ഇല്ലാത്ത പോക്കറ്റടിക്കാരായ, കൂട്ടിക്കൊടുപ്പുകാരായ, വെറും ഭിക്ഷക്കാരായ, അലഞ്ഞു തിരിയുന്നവരായ, ജയിൽ പുള്ളികളായ, അതിസാധാരണരായ, കാലത്തിൽ ഒരടയാളവും ബാക്കി വയ്ക്കാൻ കെൽപ്പില്ലാത്തവർ, ആ മനുഷ്യരെയാണ് ബഷീർ വാസ്തവത്തിൽ തൻ്റെ എഴുത്തിൽ മറ്റൊരു നിലയിൽ കൂട്ടിക്കൊണ്ടുവന്നത് എന്നതാണ് പ്രധാനം. അത് മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ വലുതാക്കലായിരുന്നു. സി വിയിൽ നിന്ന് ചന്തുമേനോയിലേക്ക് എത്തുമ്പോഴും ചന്തുമേനോയിൽ നിന്ന് തകഴിയിലെത്തുമ്പോഴും എങ്ങനെയാണോ മനുഷ്യൻ വലുതായത് അതിനേക്കാൾ വലിപ്പമുള്ള ഒരതിർത്തി ബഷീർ മനുഷ്യന് നൽകുകയും ആ അതിർത്തിയിലെ മനുഷ്യ ജീവിതത്തെ ധാരാളമായി തൻ്റെ എഴുത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവരുടെ പ്രണയങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ യാതനകൾ ഒക്കെ പല നിലകളിൽ ബഷീർ അതിലേക്ക് കൊണ്ടുവരുന്നു. ശബ്ദങ്ങളിലെ പട്ടാളക്കാരൻ വ്യഭിചാരത്തിനായി ചെല്ലുകയും ആ വ്യഭിചാരത്തിന് ചെല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം എന്ന് അയാളോട് ആ സ്ത്രീ പറയുമ്പോൾ വീട്ടിൽ ഭാര്യയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന പട്ടാളക്കാരനെ നമുക്കതിൽ കാണാൻ പറ്റും. ഇതൊരു വഞ്ചനയായിട്ടല്ല. അനുരാഗത്തിൻ്റെ ദിനങ്ങളിൽ അവസാന ദിവസം ദേവിയെ കാണാൻ പോകുന്ന ബഷീർ ദേവിയെ കാണാൻ പോകുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ധാരാളമായി പെൺകുട്ടികൾ മടങ്ങി വരുന്നത് കാണുന്നുണ്ട്. സുന്ദരികളായ പെൺകുട്ടികളാണ്, അവരെന്നെ നോക്കി, ഞാനും അവരെ നോക്കി എന്ന് ബഷീർ എഴുതുകയും ചെയ്യുന്നുണ്ട്. കാമുകിയോട് അത്യന്തം വികാരനിർഭരമായ ഒരു യാത്രയപ്പ് ലക്ഷ്യം വെച്ചാണ് പോകുന്നതെങ്കിലും നോക്കാതിരിക്കുന്നില്ല എന്ന്. ഈ ഈ ഇടർച്ചയെ കാണാനുള്ള, അതുകൊണ്ട് ബഷീറിൽ തെളിയുന്ന ആ ചരിത്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവോത്ഥാനം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച മാനവ വീര്യത്തിൻ്റെ, യുക്തിബോധത്തിൻ്റെ, അല്ലെങ്കിൽ അതൊന്നും തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല, അന്ന് ഏറ്റവും പ്രബലമായി നിന്ന സാമൂഹികതയുടെ, മാനുഷികതയുടെ അടയാളങ്ങൾക്കപ്പുറത്ത് അന്ന് തെളിയാതെ കിടന്നിരുന്ന ഒരു പ്രതലത്തെയാണ് ഒരു നിലയ്ക്ക് ബഷീർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച. ഒരുപക്ഷെ 40കളിലും 50കളിലുമൊക്കെ മാനുഷികതയ്ക്ക് അങ്ങനെ ഒരു വ്യാപ്തി കൊടുത്ത മിക്കവാറും ഒരേ ഒരാൾ ബഷീറായിരിക്കും എന്നുകൂടി തോന്നുന്നുണ്ട്. ആ നിലയിലാണ് ബഷീറിൻ്റെ ഒരു ചരിത്രബോധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സമകാലികമാകുന്നത് എന്ന് ഞാൻ കരുതുന്നു. വാസ്തവത്തിൽ ഈ ചരിത്രം എന്ന് പറയുന്ന ജ്ഞാനശാഖയും ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഇപ്പം ദെലൂസിനെ പോലെ നമ്മുടെ കാലത്തെ വലിയൊരു ചിന്തകൻ പറയുന്നുണ്ട്, എന്താണ് ചരിത്രം? അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു വാക്യം, ഓൾ ഹിസ്റ്ററി ഡസ് ഈസ് ടു ട്രാൻസ്ലേറ്റ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ബിക്കമിങ്സ് ഇൻ ടു എ സക്സഷൻ എന്ന് പറയും. ആയിത്തീരലുകളുടെ സഹജീവിതത്തെ ഒരു നൈരന്തര്യമായി, ഒരു തുടർച്ചയായി വിന്യസിക്കലാണ് ചരിത്രം.
വാസ്തവത്തിൽ ഒരേ സമയത്ത് പലത് പല പ്രകാരങ്ങളിൽ പരിണമിക്കുന്നു. ഒരേ സമയത്ത് പല പ്രഭാവങ്ങൾ പല പ്രകാരങ്ങളിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പല പ്രകാരങ്ങളിൽ പ്രവർത്തിച്ച് പല രൂപത്തിൽ ആയിത്തീരലുകളുടെ ഒരു സഹജീവിതമായി ഒരേ സമയത്തുള്ള കോ എക്സിസ്റ്റൻസ് ഓഫ് ബിക്കമിങ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരേ സമയത്ത് പലതും സംഭവിക്കുന്നു. ഒരേ സമയത്ത് പലതും ഒന്നിൽ നിന്ന് പലതിലേക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിണാമ പ്രക്രിയയിൽ നിന്ന് നമുക്ക് സ്വീകാര്യമായ, നമ്മുടെ യുക്തിബോധത്തിന് പര്യാപ്തമായ, നമ്മുടെ ആവശ്യങ്ങൾക്കിണങ്ങുന്ന സംഭവങ്ങളുടെ ഒരു ശൃംഖലയെ കണ്ടെടുക്കുകയും അവയ്ക്കിടയിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും അവയിൽ തന്നെയുള്ള വിള്ളലുകളെ ആഖ്യാനപരമായ ഭദ്രത കൊണ്ട് മറച്ചു വെക്കുകയും ചെയ്തിട്ടാണ് വാസ്തവത്തിൽ ചരിത്രമെന്ന ജ്ഞാനശാഖ ഉണ്ടാവുന്നത്. റോമില താപ്പർ പറയുന്നുണ്ട്, ഭൂതകാലത്തെ മനസ്സിലാക്കലല്ല വാസ്തവത്തിൽ ചരിത്ര വിജ്ഞാനത്തിൽ നടക്കുന്നത്. വർത്തമാനം ഭൂതകാലത്തിൽ അതിൻ്റെ മുഖം നോക്കി കാണുന്നതാണ് ചരിത്രം എന്നത്. വർത്തമാനം അതിനെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഞാൻ എന്നെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇന്ന് ഇന്ത്യ ചരിത്രം എഴുതുമ്പോൾ ഇന്ത്യ ചരിത്രം എന്നാണ് വരിക, അല്ലാതെ പേർഷ്യനേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞ് മധ്യകാല നൂറ്റാണ്ടുകളിൽ ഇന്ത്യയുടെ ഇന്നത്തെ അതിർത്തിക്ക് കുറുകെ അക്ബറുടെ കൊട്ടാരവും പേർഷ്യയും ഇറാനും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശത്ത് അതിവിപുലമായി നിലനിന്നിരുന്ന സാംസ്കാരികതയുടെ മറ്റൊരു പ്രതലം വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യ ചരിത്രത്തിനകത്ത് കാണില്ല. കാരണം ഇന്ന് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് ദേശരാഷ്ട്രപരമായ വർത്തമാനത്തിൽ നിന്ന് ഭൂതത്തിലേക്ക് നോക്കലാണ്. അതിനിണങ്ങാത്തതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് നാം നമ്മുടെ ഭൂതത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭൂതത്തെക്കുറിച്ചുള്ള ഏത് ധാരണയിലും വാസ്തവത്തിൽ വർത്തമാനത്തിൻ്റെ ഇച്ഛകളുണ്ട്, വർത്തമാനത്തിൻ്റെ അഭിലാഷങ്ങളുണ്ട്. അതുകൊണ്ട് ചരിത്രജ്ഞാനം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പല നിലകളിൽ അകന്നു നിൽക്കും. ഈ അകന്നു നിൽക്കുന്ന, അതായത് ഭൂതകാല സംഭവങ്ങളെ കോർത്തിണക്കി ഒരു ആഖ്യാനക്രമം വഴി ഭൂതത്തിന് അർത്ഥം കൊടുക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഭൂതത്തിന് അർത്ഥം കൊടുക്കുക മാത്രമല്ല, ഭൂതത്തെ മറച്ചു വെക്കുക കൂടി ചെയ്യുന്നുണ്ട് ഏത് ചരിത്ര നിർമ്മാണവും. ഏത് ചരിത്രവും വാസ്തവത്തിൽ ചിലത് തെളിയിക്കാൻ ശ്രമിക്കുന്നു എന്നതുപോലെ ചിലത് മറയ്ക്കാനും ശ്രമിക്കുന്നു. ഈ മറഞ്ഞു കിടക്കുന്ന സ്ഥാനത്തെയാണ് കല ചെന്ന് തൊടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കലയുടെ ചരിത്രാത്മകത എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രപരമായി ചരിത്രം പറഞ്ഞു വെച്ച അതേ കാര്യങ്ങളെ ഇപ്പുറത്ത് പ്രമേയമായി ആവിഷ്കരിക്കുന്നു എന്നതല്ല, മറിച്ച് ഈ വിച്ഛേദങ്ങൾ, ഈ മറച്ചു വയ്ക്കലുകൾ, ഈ പിളർപ്പുകൾ, നവോത്ഥാനത്തിൻ്റെ ചരിത്രം എന്നത് ആദർശാത്മകമായി ഉയർന്നു വരുന്ന മാനുഷികതയുടെ ചരിത്രമായി നാം മനസ്സിലാക്കുന്ന സമയത്ത് വാസ്തവത്തിൽ അരികുകളിലേക്ക് തള്ളി നീക്കപ്പെട്ടുകൊണ്ടേയിരുന്ന, ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാനത്തെ പിൽക്കാലത്ത് ആഴത്തിൽ ബാധിച്ച വൈരുദ്ധ്യങ്ങളുടെ അടയാളങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒരു ബഷീറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ബഷീർ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ഒരു വിശ്വസാഹിത്യകാരനൊന്നുമല്ല, ഞാനൊരു മാപ്പിളയാണ്. ഇത് ഇന്ന് നമുക്ക് എളുപ്പം മനസ്സിലാവും, അന്ന് തമാശയായിട്ട് ആളുകൾക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ സാഹിതീയതയുടെ ആധാര വ്യവസ്ഥകൾക്കുള്ളിൽ തന്നെ സവർണതയുടെ ഒരു ഭാവുക മണ്ഡലം നിലനിൽക്കുന്നുണ്ട് എന്ന് പോസ്റ്റ് മോഡേണിസം വരുന്നതിനും 40 കൊല്ലം മുമ്പ് ബഷീർ പറയുന്നുണ്ട്. നിങ്ങളുടെ പുളുങ്കൂസൻ വിശ്വസാഹിത്യം എന്ന് അദ്ദേഹം കളിമട്ടിൽ വിശ്വസാഹിത്യം എന്ന സങ്കല്പത്തെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തൻ്റെ കാലത്ത് ഇതൊന്നും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഷീറിൻ്റെ കാലത്ത് ബഷീറിൻ്റെ സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ മാഷ് ഉദയകുമാറിന് മുൻനിർത്തി പറഞ്ഞല്ലോ. ബഷീറിൻ്റെ സ്ഥലഭാവനയുടെ മൗലികമായൊരു സവിശേഷത, സ്ഥലം കഥകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം കഥകൾ അദ്ദേഹം എഴുതുന്നുണ്ട്. ആ കഥകളിലൊക്കെ വാസ്തവത്തിലുള്ളത് ഈ നവോത്ഥാനത്തിൽ ദമനം ചെയ്യപ്പെട്ട ജീവിത ചരിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പ്രാദേശിക അനുഭവ സ്ഥലമല്ല ഈ സ്ഥലം. വാസ്തവത്തിൽ പിന്നീട് ഖസാക്ക് പോലെ ഒന്നായിട്ടോ അല്ലെങ്കിൽ കോക്കാഞ്ചിറ പോലെ ഒന്നായിട്ടോ തിയ്യൂർ പോലെ ഒന്നായിട്ടോ ഒക്കെ ഒരു കൗണ്ടർ സ്പേസ്, എന്തിൻ്റെ കൗണ്ടർ സ്പേസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാഷൻ സ്റ്റേറ്റിൻ്റെ കൗണ്ടർ സ്പേസ്. ദേശരാഷ്ട്രപരമായ യുക്തികളും അതിൻ്റെ മാനുഷ്യ സങ്കല്പങ്ങളും അതിൻ്റെ അധികാരഘടനയും അതിൻ്റെ ആഖ്യാനക്രമങ്ങളും ഒന്നും പ്രവർത്തിക്കാത്ത, അതിന് കുറുകെ നീങ്ങുന്ന ഒരു തരത്തിലുള്ള മാനുഷിക ജീവിതത്തിൻ്റെ മറ്റൊരു സ്ഥലരാശിയാണ് വാസ്തവത്തിൽ ബഷീറിൻ്റെ സ്ഥലം. ഈ സ്ഥലം പിന്നെ നിങ്ങൾക്ക് ഖസാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത്യന്തം മായികമായ, രാത്രിയിൽ ഇങ്ങനെ കുതിരകൾ വന്നു ചേരുന്ന, ഒരു ഭാഗത്ത് ചെതലിമലയും മറുഭാഗത്ത് കൂമൻകാവിനും ഇടയിൽ, സംസ്കാരത്തിനും പ്രകൃതിക്കും ഇടയിലെ ഒരു മായികമായ സ്ഥലരാശി ഖസാക്കിൽ തെളിഞ്ഞു തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും.
അങ്ങനെ പോക്കാഞ്ചിറയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ സ്ഥലരാശി കാൽപ്പനികമോ ഭാവനാത്മകമോ ആയ ഒന്ന് എന്നതിനപ്പുറം നമ്മുടെ ചരിത്രത്തിൻ്റെ മൂർത്തതയിൽ വേരുകളുള്ള ഒരു സമാന്തര സ്ഥലമായി, ഒരു എതിർ സ്ഥലമായിട്ട് നമ്മുടെ ഭാഷയിൽ ഉറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് തെളിഞ്ഞു വരാനിരുന്ന ഒരു 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 സ്ഥലഭാവനയുടെ വിപരീതത്തെ, നോവലിലെ സ്ഥലഭാവന അടിസ്ഥാനപരമായി ദേശരാഷ്ട്രപരമാണ് എന്ന് സാമാന്യേന എപ്പോഴും പറയാറുണ്ട്. വിപുലമായ ഭൂപ്രദേശങ്ങളെ, അതിലെ മനുഷ്യജീവിതത്തെ കൂട്ടിയിണക്കി ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിതത്തെ ഭാവനാത്മകമായി ഒരു സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ടാണ് പൊതുവെ നോവലുകളൊക്കെ തന്നെ നിലനിൽക്കുന്നത് എന്ന് പറയാറുണ്ട്. ബഷീറിൻ്റെ സ്ഥലത്തിലേക്ക് നോക്കിയാൽ അങ്ങനെയൊന്നല്ല നമ്മൾ കാണുക. ബഷീറിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ യുക്തികളൊന്നുമില്ല. ഇപ്പം ആനവാരി രാമൻ നായർ എന്ന് പറയുന്ന ആൾ ആനവാരിയായി മാറുന്നത് രാത്രിയിൽ ചാരക്കൂമ്പാരാണെന്ന് കരുതിയിട്ട് ആനയെ കോരിയെടുക്കാൻ ശ്രമിച്ചിട്ടാണ്. പൊൻകുരിശ് തോമ മർമ്മസ്പർശിയായ ഒരു ചോദ്യമാണ് ഈ കുരിശ് മോഷ്ടിച്ചിട്ട് ചോദിക്കുന്നത്. മരക്കുരിശി കിടന്ന് മരിച്ച കർത്താവിന് എന്തിനാണ് സ്വർണ്ണ കുരിശ് എന്ന ചോദ്യം ചോദിക്കുകയും അത് വാസ്തവത്തിൽ നമ്മുടെ മതപരമായ യുക്തികളോട് പല നിലയിൽ കലഹിക്കുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ബഷീർ തൻ്റെ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, കൗതുകമുള്ളതാണ്. സൂര്യഭഗവാനെ ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിച്ചത് സ്ഥലവാസികളാണ്. ഇതുപോലെ ക്ഷൗരക്കത്തി, ഗൗളിശാസ്ത്രം, തീയെ, കൂടുവിട്ട് കൂടുമാറൽ, മുച്ചീട്ടുകളി, സ്വപ്നശാസ്ത്രം, പാചകവിദ്യ, കോഴിപ്പോര്, വെള്ളം, കാളവണ്ടി, ഗുസ്തി, മന്ത്രവാദം, കഠാരി എന്നിതുകൾ ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിച്ചതും സ്ഥലവാസികളാണ്. മുഴയൻ അഭിപ്രായത്തിൽ സ്ഥലമാകുന്നു ലോകത്തിൻ്റെ നടുമധ്യം. സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കാണ് കടുവാക്കുഴി എന്ന കുന്ന്. ആകെ കൂടി 9 മൈൽ ചുറ്റളവിനകമാണ് സ്ഥലം. ഈ 9 മൈൽ ചുറ്റളവിന് വെളിയിലുള്ള മഹാപ്രപഞ്ചം മുഴുവനും തനി മൂരാച്ചി വിദേശമാണ്. സ്ഥലത്തെ പൊട്ടും പൊടിയും ചെറുതും വലുതുമായ ജനസംഖ്യ 2212. ഒടുവിലത്തെ 2 മനുഷ്യരല്ല, ഗജകുലത്തിൽ പിറന്ന കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയുമാണ്. ഞാനിതിങ്ങനെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇത് തമാശയായിട്ട് വായിക്കാൻ വളരെ എളുപ്പമാണ്. മിക്കവാറും ആളുകൾ ഇതൊരു തമാശ കഥയായിട്ടാണ് വായിച്ചത്. എം ബഷീറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ, പഴയൊരു ദൂരദർശന ഇൻ്റർവ്യൂവിൽ ബഷീർ പറയുന്നുണ്ട്, വാസ്തവത്തിൽ എൻ്റെ കഥയിലൊക്കെ ഉള്ളത് തീരാത്ത ദുഃഖങ്ങളും യാതനകളും കണ്ണീരുമാണ്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ കുറേ തമാശയെല്ലാം വാരി വിതറി മനുഷ്യർക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതി ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ എന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്ഥലം ഏത് തരം സ്ഥലമാണ്? ഈ സ്ഥലത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. അവസാനത്തെ 2 പേര് നീലാണ്ടനും പാറുക്കുട്ടിയുമാണ്. ഒരു കത്തിൽ ബഷീർ പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു ഭാര്യ, 2 കുട്ടികൾ, അനവധി കുറുക്കന്മാര്, പാമ്പുകൾ, പഴുതാരകൾ, 900 കാക്കകൾ എന്നിവർക്കൊപ്പം സുഖമായി കഴിയുന്നു. ബഷീറിൻ്റെ എല്ലാ എഴുത്തിലും സുഖം ഭവിക്കട്ടെ, മംഗളം ഭവന്തു എന്നൊക്കെ അദ്ദേഹം എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വേണമെങ്കിൽ ഒരു രചനാതന്ത്രമാണെന്നോ നാട്യമാണെന്നോ കരുതുന്നത് കൊണ്ടൊന്നും തെറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയിൽ, അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ മനുഷ്യരെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നന്മയും തിന്മയും ഒരുമിച്ച് ചേർന്ന മഹാപ്രതാപങ്ങളോടൊപ്പം അതിസാധാരണത്വവും ഒരുമിച്ച് പാർക്കുന്ന ഒരിടമായിട്ടാണ് ജീവിതത്തെയും മനുഷ്യാവസ്ഥയെയും ബഷീർ കാണുന്നത്. ഇങ്ങനെ ഉള്ള, അതായത് ഒരു ആദർശാത്മക മാനുഷികത അതിപ്രബലമായി, ഇപ്പോൾ പപ്പുവിനെ നമുക്കറിയാലോ, ചാത്തനെയും ചിരുതയെയും കോരനെയും ചാത്തനെയും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കാലത്ത് ഇതിൻ്റെ മറുപുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഒരു റോളും ഇല്ലാന്ന് കരുതിയ മനുഷ്യരെ ബഷീർ കണ്ടെടുക്കുകയും അവരെ തൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാൽഗുഡി പോലെ, അതിരാണിപ്പാടം പോലെ ഒരു നിലയ്ക്ക് ദേശരാഷ്ട്രത്തിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലമല്ല ബഷീറിൻ്റെ. അത് ദേശരാഷ്ട്രത്തിൻ്റെ ഒരു കൗണ്ടർ സ്പേസ് ആണ്, ഒരു ബദൽ സ്ഥലമാണ്, ഒരു എതിർ സ്ഥലമാണ് എന്ന് കാണാം. ആ കൗണ്ടർ സ്പേസ് ആണ് ഒരുപക്ഷെ പിൽക്കാലത്ത് നമ്മുടെ ആധുനികാനന്തര ഭാവനയിൽ വളരെ കൂടുതൽ പ്രാബല്യം നേടിയത് എന്ന കാര്യവും ഇതോടൊപ്പം ഓർക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളെ ഇന്ന് അഴുകിത്തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാകുന്ന
സ്ഥാപനങ്ങളെ ബഷീർ അത്രമേൽ ആഴത്തിൽ അന്ന് പരിഹാസപൂർവം നേരിടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ പ്രേമലേഖനം എന്ന കഥയുടെ അവസാന ഭാഗം എത്തുമ്പോൾ എന്താണ്, ഇവർ വണ്ടിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ചായ കുടിക്കണമെന്ന് തീരുമാനിക്കുന്നു. സാറാമ്മ 2 ചായ ഓർഡർ ചെയ്യുന്നു, കേശവൻ നായർ 2 കാപ്പി ഓർഡർ ചെയ്യുന്നു. ചായ മതിയെന്ന് സാറാമ്മ പറയുന്നു, കാപ്പി മതിയെന്ന് കേശവൻ നായർ പറയുന്നു. ഒടുവിൽ സാറാമ്മ 1 ചായയും കേശവൻ നായർ 1 കാപ്പിയും കുടിക്കുന്നു. രണ്ടുപേരും സന്തോഷമായിരിക്കുന്നു. സൂര്യഭഗവാനും സുഖമായി ജീവിച്ചു എന്നെഴുതി ബഷീർ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. പ്രണയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എത്രമേൽ ആദർശവൽക്കരിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ മറുപുറത്തുള്ള ഈ ഒരു ഭിന്നതയെ ഇത് പൂവമ്പഴത്തിൽ കാണാം. പൂവമ്പഴം വളരെ ഹൃദ്യമായ മലയാളത്തിലെ പ്രണയകഥയായിരിക്കെ തന്നെ അതിനുള്ളിൽ ഈ ഒരു ടെൻഷൻ അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിലൊരു സന്ദർഭമുണ്ട്. അനുരാഗത്തിൻ്റെ ദിനങ്ങളിൽ ദേവി ബഷീറിന് ഒരു പുസ്തകം വായിക്കാൻ കൊടുക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ തൻ്റെ ജ്യേഷ്ഠൻ എഴുതി വെച്ച ഒരു കത്ത് അറിയാതെ പെട്ടുപോകുന്നുണ്ട്. അത് ബഷീറിനോടുള്ള തൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതിൽ തനിക്ക് ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന ഒരു കത്താണ്. ഈ കത്ത് വായിച്ചിട്ട് ബഷീർ മനസ്സിൽ ഓർക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് ദേവി തന്നെ സ്നേഹിക്കുന്നത് എന്ന് തന്നെ ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ചേട്ടൻ എന്ന വ്യാജേന ഒരു കത്ത് എഴുതി തനിക്ക് തന്ന പുസ്തകത്തിൻ്റെ അകത്ത് വെച്ചതാണ് എന്ന് ബഷീർ കരുതുന്നു. ഇങ്ങനെ കരുതാൻ കഴിയുമെന്നത് ചെറിയൊരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഞാനെന്നും വിളമ്പി വെക്കുമായിരുന്നു എന്ന് അതിസാധാരണമായി പറയുന്നതിൻ്റെ തുടർച്ചയിൽ 100 റുപ്യ ചോദിക്കുകയായിരുന്നല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു ഉമ്മയെ പോലെ ഈ ബന്ധത്തിലും ഇത്തരത്തിലുള്ള അതായത് അതിനെ ഒരു ആദർശാത്മകമായ ഒരു രൂപത്തിലേക്കല്ല. ആ കാലത്ത് വൈലോപ്പിള്ളി ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ബഷീറിനെ ആലോചിക്കുന്ന സമയത്ത് വൈലോപ്പിള്ളിയിലേക്കൊരു വഴി കിടക്കുന്നുണ്ടല്ലോ. ഭാഷ കൊണ്ടൊന്നല്ല കേട്ടോ, ഭാഷ കൊണ്ടും രചനാരീതി കൊണ്ടും ഒക്കെ വൈലോപ്പിള്ളി ബഷീറിൻ്റെ ഒരു നിലയ്ക്ക് മറുപുറത്താണെന്ന് പറയാം. രചനാപരമായ ഭദ്രത, കൃത്യത ഒക്കെ വൈലോപ്പിള്ളിയിൽ വളരെ ശക്തമാണ്. പക്ഷേ ഈ ഇരുട്ടിനെ കാണാനുള്ളൊരു കഴിവ് വാസ്തവത്തിൽ, അതായത് തൻ്റെ പ്രണയത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ഒരു വഞ്ചനയുണ്ടോ എന്ന ഒരു ചോദ്യം വൈലോപ്പിള്ളി ചോദിക്കുന്നത് ബഷീറിൽ നമുക്ക് വേറെ നിലയിൽ കാണാനായിട്ട് കഴിയും. ബഷീർ ഇപ്പോൾ അനുരാഗത്തെ രേഖപ്പെടുത്താൻ, അതുമൊക്കെ പ്രധാനമാണ്. അനുരാഗത്തെ രേഖപ്പെടുത്താൻ പുതിയൊരു പദാവലിയും അതിൻ്റെ ബിംബ ഭാഷയും ബഷീർ കണ്ടെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അനുരാഗത്തിൻ്റെ ദിനങ്ങളിൽ സ്ഥലത്തെ കഥകളിൽ ഒരിടത്ത് സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഒറ്റക്കണ്ണം പോക്കര് ചായക്കട നടത്തുന്നു. ആ ചായക്കടയിൽ നിത്യേന എന്നോണം ചായ കുടിക്കാനായിട്ട് പറഞ്ഞ് ചായ കുടിക്കാനായിട്ട് മണ്ടം മുസ്തഫ വരുന്നു. മണ്ടം മുസ്തഫ ഈ പോക്കരുടെ മകള് സൈനബിയായിട്ട് സ്നേഹത്തിലായിരിക്കുന്നു. തൻ്റെ കാമുകന് പ്രണയോപഹാരമായിട്ട് എല്ലാ ദിവസവും പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ട് കണക്കുള്ളിൽ ഒരു മുട്ട ഇട്ടിട്ട് അതുകൂടി തേർത്ത് വേവിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു പുട്ട് വെന്ത് വരുമ്പോൾ ഇതിനകത്തൊരു ആവിയിൽ വെന്തൊരു പുഴുങ്ങിയ മുട്ട കൂടി അതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇതൊരു പ്രണയത്തിൻ്റെ ചിഹ്നമായിട്ട് ബഷീർ കരുതുന്നു. ഒരു പുഴുങ്ങിയ മുട്ട വാസ്തവത്തിൽ പ്രണയത്തിൻ്റെ ചിഹ്നമാണോ എന്നതൊരു പ്രശ്നമാണ്. പക്ഷെ ബഷീർ അങ്ങനെ ആക്കുക വഴി വാസ്തവത്തിൽ പ്രണയം ഇത് മതിലുകളിൽ നോക്കിയാൽ കാണാം. ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പ് ആകാശത്തേക്ക് ഉയരുന്നു. നോക്കൂ, വാസ്തവത്തിൽ ജീവൻ അറ്റുപോയ യാതൊരു ചൈതന്യവും ഇല്ലാത്ത ഒരു ചുള്ളിക്കമ്പ് കൊണ്ടാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ലോലലോലമായ ഒരനുഭവത്തെ ബഷീർ രേഖപ്പെടുത്തുന്നത്. ഇത് ആ അനുഭവത്തിൻ്റെ തന്നെ ഒരു മറുപുറത്തേക്കുള്ള ഒരു ആഞ്ഞു നിൽക്കലുണ്ട്. ഒരു പ്രണയത്തിൽ ആട്ടൊരുഗ്രമാം ചുംബനമോ നീ കൂട്ടുകാരിയെ പുൽകി ഉറങ്ങി എന്ന് വൈലോപ്പിള്ളി എഴുതുന്നത് പോലെ ഒരു ചുംബനത്തിൽ, ഒരു പ്രണയത്തിൽ ഇത്തരത്തിലുള്ള അതിൻ്റെ ഒരു വിപരീത മൂല്യവും ഉണ്ടാകാം. അവിടെ ബഷീർ ഒരു ഗംഭീരവാക്യം കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ നിന്നെ കാണുന്നു എന്ന് ബഷീർ പറയുമ്പോൾ നാരായണി ചോദിക്കും, അതിനെന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് ബഷീറിൻ്റെ വലിയൊരു മറുപടി, മതിലുകൾ മതിലുകൾ എവിടെയും മതിലുകൾ. നോക്കൂ, ആ കാലം ഈ മതിലില്ലാത്തൊരു ലോകത്ത് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് മതിലുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം എന്ന് ടാഗോർ കവിതയിൽ എഴുതുന്നുണ്ട്. മതിലുകൾ മതിലുകൾ എവിടെയും മതിലുകൾ എന്ന് സ്നേഹത്തെ അനാഥമാക്കുന്ന, നിരർത്ഥകമാക്കുന്ന ഒരു വിഭജന യുക്തിയെക്കുറിച്ച് ബഷീർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദർശവൽക്കരിക്കപ്പെട്ടതും സാമാന്യവുമായ
അനുഭവങ്ങൾക്ക് കുറുകെ നീങ്ങുന്ന ഒന്നാണ് ബഷീറിൻ്റെ ഏതനുഭവം. അത് വാത്സല്യമാകട്ടെ, അത് പ്രണയമാകട്ടെ, അത് മാതൃത്വമാകട്ടെ, മറ്റെന്തും ആകട്ടെ. പിന്നീട് കോവിലിനെ നിങ്ങൾക്കൊരു നിലയ്ക്ക് ഇത് കാണാൻ പറ്റും. കോവിലിനെ ഞെട്ടിക്കുന്ന ഒരു വാക്യം, ബഷീറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. പട്ടിയും അമ്മയാണ്, പട്ടിയും പെറുന്നു എന്നൊരിടത്ത് കോവിലിന് എഴുതുന്നുണ്ട്. ഇത് ഈ ഒരു മാരക സ്വഭാവമുള്ള വാക്യമാണ്. ബഷീർ അങ്ങനെ മാരകമായിട്ടല്ല എഴുതുന്നതെങ്കിലും ഈ ഒരു ആശയം ബഷീറിൽ വന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഇവിടെ പ്രധാനമാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ബഷീർ നോവലുകളെ ആ നിലയിൽ സ്വീകരിക്കാതിരുന്നത്? ഇപ്പം ശബ്ദങ്ങൾ നോവലാണ് എന്ന് പുറത്തെഴുതിയിട്ടുണ്ടെങ്കിലും കേസരി അതേക്കുറിച്ച് എഴുതിയത് ശബ്ദങ്ങൾ ഒരു നീണ്ട കഥയാണ്, നോവലാണെന്ന് കേസരി കരുതുന്നില്ല. അത് നോവലും ചെറുകഥയും തമ്മിലുള്ള രചനാപരവും സാങ്കേതികവുമായ വ്യത്യാസം കേസരിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടുകൂടിയാണ്. എന്തുകൊണ്ടായിരിക്കും ബഷീറിനെ പോലെ ഒരാള് നമ്മുടെ വ്യവസ്ഥാപിതമായ സാഹിത്യ സമ്പ്രദായങ്ങളോട് ഒത്തുപോകാതിരുന്നത്? ഞാൻ അദ്ദേഹം വളരെ ബോധപൂർവം ആലോചിച്ച് സൈദ്ധാന്തികമായി തീരുമാനിച്ച് ചെയ്തു എന്ന് പറയല്ല. ഗാന്ധിയെ പോലെ ഒരു സഹജാവബോധം ബഷീറിനെ ഏതോ നിലയ്ക്ക് നമ്മുടെ സാഹിതീയതയുടെ പൊതുക്രമത്തിൽ നിന്ന് പിടിച്ചു മാറ്റി. അനർഘ നിമിഷം എന്ന് പറയുന്ന കൃതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും സാന്ദ്രമായി എഴുതപ്പെട്ട, ഏറ്റവും കാവ്യാത്മകമായ ഭാഷയിൽ എഴുതപ്പെട്ട തത്വവിചാരത്തിൻ്റെ ലോകങ്ങൾ നമുക്കതിൽ കാണാനായിട്ട് കഴിയും. അനർഘ നിമിഷം പോലൊരു കൃതിയിൽ. അവിടെ നിന്ന് പിന്നെ ബഷീർ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥലത്തും ഒരു നോവലിന് വേണ്ട വലിപ്പത്തെ ബഷീർ സ്വയം പിൻപറ്റിയിട്ടില്ല. അനുരാഗത്തിന്റെ ദിനങ്ങളാണ് എഴുതിയതിൽ ഏറ്റവും വലിപ്പമുള്ള കൃതി എന്ന് പറയാവുന്നത്. അതുപോലും അങ്ങനെ ഒരു സ്വയംഭദ്രമായ നോവലായിട്ടൊന്നും മാറാൻ ശ്രമിക്കുന്നുമില്ല. അപ്പൊ പാത്തുമേടാടൊക്കെ നോക്കിയാൽ പാത്തുമേടാട് ബഷീറിന്റെ വളരെ സങ്കീർണതയുള്ള ഒരു കൃതിയായിട്ട് കാണാവുന്നതാണ്. കാരണം മനുഷ്യരെ പോലെ തന്നെ ആടും പ്രധാനമായി തീരുകയും ബഷീറിന്റെ സാഹിത്യത്തിൽ ജീവിലോകം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പാമ്പ്, പഴുതാര, കുറുക്കന്മാര്, കാക്കകള്, ഇതെല്ലാം മനുഷ്യരെ പോലെ തന്നെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ശബ്ദങ്ങളുടെ പതിപ്പ് ആട് കടിക്കുന്നുണ്ട്. അപ്പൊ ബഷീർ പറയുന്നുണ്ട് പുതപ്പ് കടിക്കുന്നുണ്ട്. അപ്പോൾ ബഷീർ പറയുന്നത് ശബ്ദങ്ങൾ കടിച്ചോളൂ, പക്ഷെ പുതപ്പ് കടിക്കാൻ പറ്റില്ല. കാരണം ശബ്ദങ്ങൾക്ക് പുതിയ പതിപ്പ് വരും, പുതപ്പിന് പുതിയ പതിപ്പില്ല, അതുകൊണ്ട് പുതപ്പ് കടിച്ചുകൂടാം എന്നിങ്ങനെ സാഹിത്യം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ തന്നെ ബഷീർ ഏതോ നിലയ്ക്ക് ഈ എഴുത്തിൽ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് പാത്തുമ്മയുടെ ആടിൻ്റെ ഒരു ആഖ്യാന യുക്തിയാണ്. അതിൻ്റെ ആമുഖം നോക്കിക്കഴിഞ്ഞാൽ ബഷീർ വല്ലപ്പോഴും ആശുപത്രിയിൽ ചികിത്സയായി കഴിഞ്ഞ കാലവും അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചികിത്സാ രീതികളും ഒക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊരു എന്താ പറയുക, ചിന്താപരവും മാനസികമായ അസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായ ഒരു കാലമാണ്. അപ്പൊ ആ കാലത്ത് ബഷീറിനെ വല്ലപ്പോഴും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ബഷീർ എഴുതുന്നുണ്ട്, പലതരം മുളകരച്ചിട്ടൊരു കുഴമ്പ് രൂപത്തിലാക്കി മൂക്കിലൊഴിക്കുമായിരുന്നു അത്രേ. എൻ്റെ ബഷീർ എഴുതുന്നത്, എന്നെ കാണാൻ വന്ന ഇത്ര ആളുകളുടെ മൂക്കിൽ ഞാൻ ഇത് ഒഴിച്ചിട്ടുണ്ട്. എൻ വി കൃഷ്ണനായർ, എം ടി വാസുദേവൻ നായർ, എൻ പി മുഹമ്മദ്, അങ്ങനെ കുറേ പേരുടെ പേരെഴുതിയിട്ട് പിന്നെ പറയുന്ന ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ അടുത്ത പതിപ്പിൽ ചേർക്കാം എന്നാണ്. ഇത് ആത്മകഥയുടെ ഭാഗമാണോ, ഇത് പാത്തുമ്മേടാട് എന്ന നോവലിൻ്റെ ഭാഗമായിട്ടാണോ വായിക്കേണ്ടത്, ഇത് ജീവചരിത്രപരമാണോ ഭാവനാത്മകമാണോ എന്നൊക്കെ ചോദിച്ചാൽ വാസ്തവത്തിൽ സാഹിത്യം എന്ന് പറയുന്നതിനെ അങ്ങനെ വ്യത്യസ്ത ജാനറുകളാക്കി തരംതിരിച്ച് വ്യവസ്ഥാപിതമായ ഒരാഖ്യാനക്രമമാക്കി നിലനിർത്തുന്ന ഒരു ഏർപ്പാടും ബഷീറിനില്ല എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേസരി വരാനിരിക്കുന്ന കാലത്തെ സാഹിത്യത്തിൻ്റെ രൂപത്തെക്കുറിച്ച് എഴുതിയ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഒരു സാഹിത്യ രൂപം മറ്റൊന്നിൻ്റെ പ്രകൃതം കൈവരിക്കുന്ന പോക്കാണ് ഇനി രൂപപ്പെടാനിരിക്കുന്നത്. കേസരിയുടെ ഭാഷ അത്ര സുന്ദരമൊന്നുമല്ല, പോക്കാണ് എന്നാണ് കേസരി എഴുതുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ബെർണാഡ് നോവലുകൾ, നാടകങ്ങളുടെ ആമുഖത്തെ നിങ്ങൾക്കൊരു പ്രബന്ധമായിട്ട് വായിക്കാം, ഡസ്റ്റോവ്സ്കിയുടെ നോവലുകളെ ഒരു ദാർശനിക വിചാരമായിട്ടും വായിക്കാം. ഇത് കൂടുതൽ വികസിച്ച് ഒരു രൂപമാതൃക മറ്റൊന്നിലേക്ക് സംക്രമിക്കുന്ന, അതിരുകൾ കലങ്ങിപ്പോകുന്ന ഒരു സാഹിത്യത്തിൻ്റെ കാലം വരാനിരിക്കുന്നുണ്ട് എന്ന് കേസരി അക്കാലത്ത് എഴുതുന്നുണ്ട്. വേണമെങ്കിൽ നോക്കിയാൽ ബഷീറിൻ്റെ എഴുത്തുകളിൽ ഇത്തരത്തിലൊരു കലക്കം ഉണ്ട്. അദ്ദേഹത്തിന്
വലിയ ഭാവന ഇല്ലായിരുന്നു എന്ന് നമ്മുടെ സാഹിത്യ നിരൂപകന്മാരിൽ ഒരാൾ അക്കാലത്ത് പറയുന്നുണ്ട്. ബഷീർ ഒരു മോശം എഴുത്തുകാരനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു പുസ്തകം തന്നെ മലയാളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്നുണ്ടായിരുന്ന ഒരു വാദം, ബഷീറിന് വലിയ നോവലുകൾ ഭാവന ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല, ബഷീറിന് അനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഉള്ള ഉത്തരമാണ് കേട്ടോ ഞാൻ കേസരി പറഞ്ഞ ആദ്യത്തെ വാക്യമായിട്ട് പറഞ്ഞത്. ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയർ അത്ര വലുതാണ് എന്നതുകൊണ്ട് വാസ്തവത്തിൽ ഈ അനുഭവം തന്നെ ഭാവനയേക്കാൾ വൈചിത്ര്യം നിറഞ്ഞതും ഭാവനയേക്കാൾ സങ്കീർണവുമായിരിക്കുന്നു എന്ന ഒരു സ്ഥിതി വാസ്തവത്തിലുണ്ട്. എന്തുകൊണ്ടായിരിക്കും ബഷീർ ഈ നോവലിൻ്റെ ഈ രൂപമാതൃകകളെ അതേപടി പിൻപറ്റാതിരുന്നത്? ഇപ്പൊ ബഷീർ ശബ്ദങ്ങളെക്കുറിച്ച് അക്കാലത്തുണ്ടായ ഒരു വിമർശനം അത് അശ്ലീലാണെന്നാണ്. നമ്മുടെ ഒരു വലിയ നിരൂപകൻ അന്ന് പറഞ്ഞത് ശബ്ദങ്ങൾ സാഹിത്യമാണെങ്കിൽ ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയാണെന്നാണ്. ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയായെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ശബ്ദങ്ങൾ ലോകത്തിലെ അത്യുന്നതമായ രചനകളിൽ ഒന്നായിട്ട് പിൽക്കാലത്ത് വിലയിരുത്തപ്പെടുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇങ്ങനെ രൂപത്തിൻ്റെ തലത്തിൽ ബഷീർ നടത്തിയ ഇടപെടലുകൾക്ക് വാസ്തവത്തിൽ സാഹിതീയ അനുഭവം, സാഹിതീയത എന്നതിനെ കുറിച്ചെല്ലാമുള്ള ആധുനികമായ വീക്ഷണങ്ങളുമായുള്ള ചില വിമർശനങ്ങൾ കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ആദിമധ്യാന്ത പൊരുത്തത്തോടെ സുഭദ്രതയുള്ള കഥാപാത്ര സ്വരൂപങ്ങളെ വിന്യസിക്കുന്ന വിപുലമായ ഒരു സ്ഥലരാശിയും അവിടെ അരങ്ങേറുന്ന ജീവിതവുമായി നോവലിനെ കാണുന്ന സമയത്താണ് വാസ്തവത്തിൽ ബഷീർ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തെയും അവിടുത്തെ അതിവിചിത്രമായ ജീവിത ബന്ധങ്ങളെയും ആവിഷ്കരിച്ചുകൊണ്ട് മനുഷ്യ മാതൃകയെ അഴിക്കുന്നതിൻ്റെ ഭാഗമായി, അഥവാ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ ഔപചാരിക ധാരണകളെ ഭേദിക്കുന്നതിൻ്റെ ഭാഗമായി സാഹിതീയതയെ തന്നെ ഭേദിക്കുകയും ചെയ്യുന്നു. സാഹിത്യം അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് മൗലികമായി രൂപബദ്ധമായ ഒരു കാര്യമാണ്. ഈ രൂപത്തിലൂടെയാണ് അതൊരു അനുഭവത്തെ നമ്മിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ആഴത്തിൽ ചരിത്രപരമായിരിക്കുന്നത് കലയിൽ എന്താണ് എന്ന ചോദ്യത്തിന് വളരെ വലിയ മാർക്സിസ്റ്റ് ആയിരുന്ന ലൂക്കാച്ച് പറയുന്നത് രൂപം എന്നാണ്. കേരളത്തിൽ ഇത് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം കേരളത്തിൽ രൂപം എന്ന് പറയുന്നത് എന്തോ ഒരു പോരായ്മയാണ് എന്നും നമ്മൾ കാലം കൊണ്ട് പരിശീലിച്ചിട്ടുണ്ട്. പക്ഷെ ടെറി ഗിൽട്ടൺ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കാച്ചിനെ പോലെ ഒരാളിൽ നിന്ന് സാധാരണ നിലക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്തൊരു വാക്യമാണ്. പക്ഷെ ലൂക്കാച്ച് പറയുന്നുണ്ട് ഏറ്റവും ആഴത്തിൽ ചരിത്രപരമായ ഒരു കലാവസ്തുവിലുള്ളത് രൂപമാണ്. ആ രൂപത്തിൽ നോവലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പൊളിച്ചുപണി നടത്തിയ ഒരാളായിരുന്നു ബഷീർ. അങ്ങനെ പൊളിച്ചത് നവോത്ഥാന ഭാവന രൂപപ്പെടുത്തിയ, അതിലൂടെ വികസിച്ചു വന്ന ജീവിതാനുഭവങ്ങളുടെ ക്രമത്തിലല്ല വാസ്തവത്തിൽ ഇനി അങ്ങോട്ട് തനിക്ക് പറയാനുള്ള ജീവിതാനുഭവങ്ങൾ ഉള്ളത്. അതായത് ഈ രൂപം പ്രകാശിപ്പിക്കുന്ന, ഇപ്പൊ മൊഡേണിസം വികസിച്ചു വന്ന സമയത്ത് മൊഡേണിസത്തിന്റെ രൂപശൈഥില്യം ബൂർഷ്വാ ജീർണതയാണ് എന്നും ഇൻഫ്ലേറ്റഡ് ഐയാണ്, പെരുപ്പിക്കപ്പെട്ട ഒരു ഞാനാണ്, ഒരു കർത്താവാണ് അതിൻ്റെ കേന്ദ്രമെന്നും വലിയ വിമർശനം ഒരു വിഭാഗം മാർക്സിസ്റ്റുകളിൽ നിന്നുണ്ടായി. അന്ന് അതിനെ ചെറുത്തുകൊണ്ട് വാൾട്ടർ ബെഞ്ചമിനെ പോലെയും ബ്രെറ്റിനെ പോലെയും ഉള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം, നിലനിൽക്കുന്ന രൂപ സംവിധാനം സവിശേഷമായ ഒരു അനുഭവ ഘടനയെ പ്രകാശിപ്പിക്കാനേ പറ്റൂ എന്ന് വരുമ്പോൾ, അതിനെ പാകമാകൂ എന്ന് വരുമ്പോൾ രൂപത്തെ പൊളിക്കുക എന്നുള്ളത് ഭാവപരമായ ഒരു പുതിയ വിപ്ലവത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന്റെ ഉപാധിയാണ്. രൂപത്തെ ബഷീർ പൊളിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിപ്രതാപികളായ, ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിടാൻ കെൽപ്പുള്ള പോരാളികളായ മനുഷ്യരുടെ ലോകം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിതുച്ഛമായ പെറുക്കികളുടേതായ ഒരു ജീവിത മണ്ഡലത്തെ ഭാവനയിലും കലയിലും കൊണ്ടുവരാൻ ഈ രൂപം അപര്യാപ്തമാണ് എന്ന് കൂടി കരുതിയിട്ടായിരിക്കണം. അതുകൊണ്ട് പാത്തുമ്മയുടെ ആടില് ഏറ്റവും പ്രധാനമായി വരുന്നത് രണ്ടുപേരാണ്. ഒന്ന് പാത്തുമ്മയാണ്, രണ്ട് ആടാണ്. ഇത് രണ്ടിനേക്കാളും പ്രാധാന്യം വാസ്തവത്തിൽ മറ്റാർക്കും അവിടെ ഇല്ല എന്ന് പറയാം. നിസാർ മുഹമ്മദിനെ പോലെ വെളിച്ചത്തിന് എന്ത് വെളിച്ചെന്ന് പറയുന്ന നവോത്ഥാനത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ഒരു മനുഷ്യൻ അപ്പുറത്തുള്ളപ്പോൾ തന്നെ പാത്തുമ്മയുടെ ആടില് ഈ ആടുമുണ്ട്. ഭാഷയുടെ ഭദ്രതയെ കുറിച്ച് വ്യാകുലപ്പെടുന്ന അബ്ദുൽ ഖാദറെ, ചട്ടുകാലൻ അബ്ദുൽ ഖാദറെ പരിഹസിച്ചുകൊണ്ട് ഞാൻ എഴുതുന്നതെന്തോ അതാണ് സാഹിത്യം എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പാത്തുമ്മയുടെ ആടിൽ കാണാനും പറ്റും. ഈ നിലയിൽ രണ്ടറ്റങ്ങളിലും, ഞാൻ പറയുന്നത് ബഷീർ ആധുനികതയുടെയും നവോത്ഥാനത്തിന്റെയും വിമർശകനായിരുന്നു എന്നൊന്നുമല്ല,
മറിച്ച് നവോത്ഥാന ഭാവനയുടെ പ്രകാശഭാസുരതയെ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ നന്മയെ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ പ്രസാദാത്മകത്വത്തെ ബോധപൂർവം തന്നെ തൻ്റെ എഴുത്തിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിൽ മറഞ്ഞു കിടന്നിരുന്ന വൈരുദ്ധ്യങ്ങൾ, ഇരുട്ടുകൾ, വിച്ഛേദങ്ങൾ, പിളർപ്പുകൾ അവിടെ ബഷീർ ചെന്നിരുന്നു. അവിടെ നിന്ന് ബഷീർ ജീവിതം കണ്ടെടുത്തിരുന്നു. അതിനെ തൻ്റെ എഴുത്തുകളിൽ പല നിലകളിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു. ആ വിന്യാസമാണ് ഈ 50 കൊല്ലത്തെ എഴുത്തിന് ശേഷവും 2000 പേജേ ആയുള്ളൂ എന്ന് മാഷ് പറയുന്ന മട്ടിൽ രൂപപരമായ വലിയൊരു അഴിച്ചുപണി കൂടിയായി ബഷീറിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ബഷീർ ഒരു ഭാഗത്ത് 2 ലോകങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറയാം. വലിയ മനുഷ്യരെ കുറിച്ചൊക്കെ ഏറെക്കുറെ അത് പറയാറുണ്ട്. കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും എന്ന് കുമാരനാശാൻ ദിവാകരനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് പോലെ കിരീടം ചൂടിയ രാജാവായിട്ട് ഒരു ഭാഗത്ത്, കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുഞ്ഞായിട്ട് മറുഭാഗത്ത്, രണ്ടറ്റത്തും പോയി മടങ്ങാൻ പാകത്തിനുള്ള അയവ് വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയുടെ ഒരു മഹിമയുടെ അടയാളാണ്. വാസ്തവത്തിൽ നമ്മുടെ കാലത്ത് വല്ലാതെ ഇല്ലാണ്ടായത് ഈ അയവാണ്. നൃപതിമാരെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കളിക്കോപ്പെടുത്ത ചെറുപൈതൽ മിക്കവാറും ഇല്ലാണ്ടായി. നിങ്ങൾ ഗാന്ധിയെ നോക്കിയാൽ കാണാൻ കേട്ടോ ഈ കളിക്കോപ്പെടുത്ത ചെറുപൈതൽ. ബഷീറിൽ അതുണ്ട്, ചാപ്ലിനിൽ അതുണ്ട്. ഞാൻ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം കണ്ടപ്പോൾ ഗാന്ധി ലണ്ടനിൽ ചെന്ന സമയത്ത് ഗാന്ധിയെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞത് മറ്റേ സിനിമ വന്നിട്ടാണെന്നാണ്. മൂപ്പർക്ക് പിന്നെ എന്തും പറയാം. അതിൽ പിന്നെ മനോരാജ്യത്തിൽ എന്താ അർദ്ധരാജ്യം എന്ന് പറയുന്നത് പോലെ പൊട്ടത്തരം പറയാൻ തീരുമാനിച്ചാൽ പിന്നെ എന്തും പറയാം. അതാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു തെരുവില്, പട്ടണിക്കാരൊക്കെ താമസിക്കുന്ന ഒരു തെരുവിലാണ് ഗാന്ധി താമസിച്ചത്, ദക്ഷിണ ലണ്ടനില്. അപ്പൊ അതിലൊരു ജനലിലൂടെ 2 ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ തലയിട്ട് നോക്കുന്നത് ചാർലി ചാപ്ലിൻ, ഗാന്ധിക്കാരൻ. 2 ആളുകളുടെ തലയുടെ മുകളിൽ കൂടി ഇയാളുടെ തല ഇങ്ങനെ വരികയാണ്. ചാർലി ചാപ്ലിനാണ്. ചാപ്ലിൻ ഗാന്ധിയെ കാണാനായിട്ട് അന്ന് ശ്രമിക്കുന്നുണ്ട്. ഗാന്ധി കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു കൗതുകം എന്താ വെച്ചാൽ ചാർലി ചാപ്ലിൻ ആരാണെന്ന് ഗാന്ധിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ ഈ 2 അറ്റമുണ്ട്. കോപ്പിടും നൃപതി പോലെ, കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെ. ഈ കളിക്കോപ്പെടുത്ത ചെറുപൈതലിന്റെ യുക്തി വാസ്തവത്തിൽ ഈ മറ്റൊരു യുക്തിയാണ്. അത് ആ കലയുടെ നിയമങ്ങളെ, ഭാവനയുടെ ക്രമങ്ങളെ ഒന്നും മാനിക്കില്ല. അതുകൊണ്ടാണ് പിക്കാസോ ഒരിക്കൽ പറയുന്നത്, ഞാൻ 5 വയസ്സിൽ റാഫേലിനെ പോലെ വരച്ചിരുന്നു, പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ 5 വയസ്സുകാരനെ പോലെ വരയ്ക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞിന്റെ ഭാവനയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു സിവിലൈസേഷണൽ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. പിക്കാസോ പറഞ്ഞ ഉദാഹരണം, നിങ്ങളോടൊരു വര വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നേർവരയാണ് വരയ്ക്കാം. എന്നാൽ കുഞ്ഞിനോടൊരു വര വരയ്ക്കാൻ പറഞ്ഞാൽ കുഞ്ഞ് എന്തെങ്കിലും വരയ്ക്കും. ഇതാണ് ഈ വര നേർവരയാണെന്നുള്ളത്. നാഗരികത, വിജ്ഞാനം നമുക്ക് തരുന്ന ഒരു അതിരാണ്. അതിൽ നമ്മൾ പെട്ടുപോയിരിക്കുന്നു. പിക്കാസോ പറയേണ്ട ഒരു ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ കുഞ്ഞ് എന്തെങ്കിലും വരച്ചിട്ട് ആനയാന്ന് പറയും. നമുക്ക് പക്ഷെ ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ ആനയെപ്പോലെ വരയ്ക്കണം. വരച്ചു കഴിയുമ്പോൾ ഏതാണ്ട് കുഞ്ഞ് വരച്ച പോലെയൊക്കെ തന്നെയാവും. എന്നാലും ആനയെപ്പോലെ ആകണം, എന്നാലേ ആനയെ കാണാൻ പറ്റൂ. ഇത് നമ്മുടെ ഭാവനയുടെ വലിയ ലിമിറ്റേഷനാണ്. ഒരു ആനയിൽ മാത്രം ആനയെ കാണുന്ന നമ്മളും എന്തിലും ആനയെ കാണുന്ന കുഞ്ഞും. ഈ കുഞ്ഞിലേക്കാണ് താൻ സഞ്ചരിക്കാൻ ശ്രമിച്ചത് എന്ന് ഈ പിക്കാസോ പറയും. ഈ കുഞ്ഞ് ഉള്ള ഒരാളായിരുന്നു ബഷീർ. ഈ കുഞ്ഞിന്റെ ലോകമായിട്ടാണ് ബഷീർ എഴുത്തിനെ പൊടിച്ചുകൊണ്ടേയിരുന്നത്. അത് ഭാവനയുടെ ചരിത്രത്തിലെ വൻ വിപ്ലവമായിരുന്നു. അത് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ദാ ഇവിടെ വരെയാണെന്ന് കരുതിയിരുന്ന സമയത്ത് അതിനപ്പുറത്തേക്കും മനുഷ്യൻ പോയിട്ട് ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പിൽ പ്രണയത്തെ പ്രതിഷ്ഠിച്ചിട്ട്, ഒരു പുഴുങ്ങിയ മുട്ട കൊണ്ട് സ്നേഹത്തെ അടയാളപ്പെടുത്തിയിട്ട്, സ്നേഹത്തിനുള്ളിൽ തന്നെ വഞ്ചന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരനുഭവം അതിൻ്റെ തന്നെ മറുപുറമായി വന്ന് നമ്മളെ തൊടുമെന്ന് പറഞ്ഞ്, മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ആഴത്തിൽ വൈരുദ്ധ്യ നിർഭരമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അത്രമേൽ ലളിതമായി നമ്മെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ബഷീർ സങ്കീർണതയുള്ള ഒരു എഴുത്തുകാരനാണ് എന്ന് പൊതുവെ മനസ്സിലാക്കപ്പെടില്ല. ഇത് ഒരു വലിയ പ്രയാസമാണ്. പണ്ട് ഷേക്സ്പിയർ പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു കൊള്ളാം, എൻ്റെ മിത്രങ്ങളിൽ നിന്ന് ദൈവമേ നീ എന്നെ രക്ഷിക്കണേ എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട്. എന്നതുപോലെ സങ്കീർണതകളെ നമുക്ക് എളുപ്പം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ലാളിത്യമായി വരുന്ന സങ്കീർണതകളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അത്ര ആഴത്തിൽ നമ്മുടെ കാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ വേറുള്ള ഒരു എഴുത്തായിരുന്നു ബഷീറിൻ്റേത് എന്ന് ബഷീറിനെ കുറിച്ച് ഭാവിയിൽ തെളിയാനിരിക്കുന്ന വായനകൾ കൂടുതൽ പറയുമെന്നാണ്